ഹലോ ഫ്രണ്ട്സ്, പാഷൻ വ്ളോഗ് നിലമ്പൂർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വ്ളോഗ് ഒരു വ്യത്യസ്തമായൊരു വ്ളോഗാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലുള്ള അമരമ്പലം പഞ്ചായത്തിലെ 11-ാം വാർഡും പ്രദേശവുമായ പൊട്ടിക്കല്ലിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. പൂക്കോട്ടുംപാടത്തിന് അടുത്തായിട്ടാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നിലമ്പൂർ നഗരത്തിൽ നിന്നും ഏകദേശം 10-12 കിലോമീറ്റർ ദൂരമുണ്ട്. അമരമ്പലം പഞ്ചായത്തിലെ 11-ാം വാർഡാണിത്. ഇവിടുത്തെ പ്രത്യേകത പ്രകൃതി രമണീയമായ മലയോര പ്രദേശമാണ്. ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ TK കോളനിയിലെത്താം. നിലമ്പൂരിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. അവിടേക്ക് നമുക്ക് മറ്റൊരു ദിവസം പോവാം. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൃഷിയും അനുബന്ധ ജോലികളുമാണ്. പശ്ചിമഘട്ടത്തിന്റെ അടിവാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമമാണിത്. ഇവിടുത്തെ പ്രധാന കൃഷി റബ്ബർ, തെങ്ങ്, കമുങ്. പശ്ചിമഘട്ടത്തിന്റെ അടിവാരത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ വനവാസ മേഖലകളിലേക്കുള്ള ഒരു കവാടം കൂടിയാണിത്. പച്ചപ്പാർന്ന ഈ പ്രദേശം റബ്ബർ, തെങ്ങ്, കമുങ് എന്നിവയാൽ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി വളരെ പാവം മനുഷ്യരും ലളിതമായ ജീവിത രീതിയും ഈ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കുളിർമയാണ്, ഒരു പോസിറ്റീവ് എനർജി. മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഇവിടുത്തെ ഭംഗി ഒരു പ്രത്യേക വൈബാണ്. കാടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് ഇവിടുത്തെ കാറ്റിന് ഒരു പ്രത്യേക തണുപ്പാണ്. നിങ്ങളൊരു ഓഫ് റോഡ് ഡ്രൈവ് അല്ലെങ്കിൽ ഒരു ഈവനിംഗ് വാക്ക് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിനു പറ്റിയൊരിടമാണ്. അമരമ്പലം വന്യജീവി സങ്കേതത്തിനടുത്തായതുകൊണ്ട് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇവിടെ ചർച്ചയാവാറുണ്ട്. പഴയകാലത്ത് നിലമ്പൂർ കാടുകളും അമരമ്പലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളും നിലമ്പൂർ കോവിലകത്തിന്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നതായിരുന്നു. നിലമ്പൂർ കോവിലകത്തെ തമ്പുരാക്കന്മാർക്ക് മലബാറിലെ ഏറനാട്ടിൽ വലിയ ഭൂസ്വത്തുക്കളും അധികാരങ്ങളും ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തെ കാർഷിക സാമൂഹിക ജീവിതത്തിൽ നിലമ്പൂർ കോവിലകത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. പണ്ടുകാലത്ത് നിലമ്പൂർ തമ്പുരാക്കന്മാർ വേട്ടയാടാൻ പോയിരുന്ന വനമേഖലകളിലൊന്നായിരുന്നു പൊട്ടിക്കല്ല് എന്ന ഈ പ്രദേശം. നിലമ്പൂർ കാടുകളിൽ നിന്നും ലഭിച്ചിരുന്ന തേക്കും മറ്റു വനവിഭവങ്ങളും ശേഖരിച്ചിരുന്നതിനും
പൊട്ടിക്കല്ല് പോലുള്ള സ്ഥലങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പൊട്ടിക്കല്ല് പോലുള്ള പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾ കോവിലകത്തേക്ക് കാഴ്ചദ്രവ്യങ്ങൾ സമ്മാനിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചുരുക്കത്തിൽ, നിലമ്പൂർ കോവിലകത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രധാന ഗ്രാമപ്രദേശം എന്ന നിലയിലും അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കോവിലകത്തിന്റെ വനവിഭവശേഖരണത്തിന് ഏറെ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ ദിസ് വാച്ചിങ് വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.